അങ്ങനെ മലയാളത്തിലെ ആദ്യത്തെ സോംബി മൂവി സംഭവിക്കുകയാണ്. ഈ ഒരു സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കുന്ന കാര്യം എന്തെന്നാ, ഒരുപാട് കൊമേഴ്ഷ്യൽ സക്സസ് ഒന്നും അല്ലെങ്കിലും ഗഗന്നചാരി എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. അത് ക്രിട്ടിക്കലി സിനിമ എന്തൂസിയാസ്റ്റുകളുടെ ഇടയിൽ ഒരുപാട് പോസിറ്റീവ് റിവ്യൂ കൊണ്ടുവന്നൊരു സിനിമയാണ്. ആ സെയിം ടീമാണ് ഈ ഒരു സിനിമ ചെയ്യുന്നത്. ഫിലിമിന്റെ പേര് വല എന്നാണ്. ഗഗന്നചാരി കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും ഇവരുടെ കയ്യിൽ നിന്ന് എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന്. അതെ, അത്രയും ഡ്രീമബിൾ ആയിട്ടൊരു പ്രൊജക്ട് ഇവരെ കൊണ്ടേ നടക്കൂ. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ഗഗന്നചാരി. അതുകൊണ്ട് തന്നെ ഈ ടീമിന്റെ അടുത്ത് ഒരു സോംബി മൂവി വരുന്നെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ അത്ര എക്സൈറ്റഡ് ആണ്. നമുക്ക് ഈ ട്രെയിലർ ഒന്ന് വാച്ച് ചെയ്യാം. നമ്മുടെ അറിവ് പരിമിതമാണ്, നമുക്കറിയാത്തത് അനന്തവും. അറിവിന്റെ കാര്യത്തിൽ ഇന്ന് നാം നിൽക്കുന്നത് ഒരു ചെറു ദ്വീപിലാണ്. അതിനു ചുറ്റും അനന്തമായ ഒരു സമുദ്രമുണ്ട്. ഇനി വരുന്ന ഓരോ തലമുറയുടെയും കടമ ഈ ദ്വീപിലേക്ക് കൂടുതൽ കരയെ ചേർക്കുകയും അതുവഴി നമ്മുടെ അറിവിനെ അതിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതുമാണ്. എന്താണെന്ന് ഓടുന്നത് നല്ല വെയിലുണ്ടപ്പാ, എനിക്ക് പുറത്തേക്ക് പോണം. ഗഗന്നചാരി പോലെ ഒരു ഫ്യൂച്ചർ ഇതിലാണ് ഇത് നടക്കുന്നത്. മിക്കവാറും ഇതൊരു യൂണിവേഴ്സ് ആവും. സിനിമാറ്റിക് യൂണിവേഴ്സ് ക്രിയേറ്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടാ. ഗഗന്നചാരിയുടെ അതിന് സ്കെയിൽ മാറി. കാര്യം അതിന് വലിയ ബഡ്ജറ്റ് ഇല്ലായിരുന്നല്ലോ. ഇതിലിപ്പോ അത് സക്സസ്ഫുൾ ആയപ്പോൾ നല്ല ബഡ്ജറ്റ് ഉണ്ടായിരുന്നല്ലോ. ഫ്രം ദ ഡയറക്ടർ ഓഫ് ഗഗന്നചാരി. ഇതാണ് ഈ സിനിമയുടെ ഹൈപ്പ്. ഇതാണ് ഈ സിനിമയുടെ ഹൈപ്പ്. ക്യാരക്ടർ തന്നെ, ആ ക്യാരക്ടറിന്റെ മാനേഴ്സും ഒക്കെ ഉണ്ട് ഗഗന്നചാരിയുടെ. മുല്ലപ്പെരിയാർ തകർന്നു. നാശനഷ്ടമൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. ഇത് നമ്മുടെ പോലെ not a world burning down, see truth in his eyes looking grey, I call it icy. War cries till the Nazi, new age killers going around looking fasty. Do you feel the pain? Do you see the rage? Everything reverse, life is just a maze caught up in the dirt. ഇൻട്രോ ഞാൻ പറയാം. ഒരു മാസ് കിട്ടണ്ടോ എന്റെ മുഖത്തേക്ക് ഫാൻ അടിക്കുന്നവനാണ് കലിസ്റ്റോ. ഈ ഫ്രണ്ടിൽ വരുന്ന ഫ്രാഡ് ലുക്കുള്ളവൻ വിശാൽ കുര്യൻ. എന്നെ കൊണ്ട് സ്വാഗിൽ നടന്നു പോണ ട്യൂഡീസ് കേബി. അവന്റെ സൈഡിൽ നിന്നും ഷോ ഇറക്കുന്നവനാണ് എന്റെ പുറകിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ ചുറ്റിത്തിരിയുന്നവൻ റെനോ. യവനെ ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. മരിച്ചു പോയിട്ടും ജീവിച്ചിരിക്കുന്ന ഈ സ്വാമികളുടെ ലോകത്ത് ഈ സെറ്റപ്പ് മൊത്തം നടത്തിക്കൊണ്ടുപോകുന്ന ഓൾ ഇൻ ഓൾ പ്രൊഫസർ അമ്പിളി AKA Uncle Luna. Welcome back, sir. Thanks, man. Feeling like my world simulated, my days feeling faded. Know that they walk around every day like I made it. I said it, it's parasitic, I get it, it's automatic. Really, when we going out, we riding another ride, get it. 10 o'clock. അവിടെ ഒരു തേങ്ങയും കാണുന്നില്ലല്ലോ. അതല്ലെന്ന് 10 മണിയായി. വൈറ്റ് ഗ്യാസ് കയറുന്നു, വല്ലതും കഴിക്കണം. What the heck, Titan? Remind me to pack you some snacks the next time. Now you see the whole lighting up the throne. We gon' make it out, we gon' make it known. Bringing you the vibe, I'm in my zone. It's gon' be my colleague. Said I'm not alone. Every day we going out. ഇതുകൊണ്ടൊന്നും തീരുന്നില്ല. യാരുമേ ഇല്ലേ? This
reality sucks. കത്തിക്കേറും അസതോമാ സദ്ഗമയ നമ്മള് ഹൈപ്പ് തമസോമാ ജ്യോതിർഗമയ ഇത് മലയാളത്തിൽ മൃത്യോമാ അമൃതം ഗമയ സ്കെയില് തന്നെ മാറ്റും ഇതേപോലെ അല്ല സ്കെയില് മാറ്റും അസതോമാ സോപ്പുകളെ കൊണ്ട് വലിയ ശല്യമായല്ലോ ഒന്ന് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. Copy that, His Highness Tankatron. വാച്ചിങ് യു എന്തൊരു ഞാൻ കണ്ടത് എന്തോന്നത് ഐ എം ടു മച്ച് എനിക്ക് സാധാരണ ഇതുപോലത്തെ സയന്റിഫിക് സൈഫൈ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഗഗനാചാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അതേ ഒരു വൈബിൽ മോഡലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് റിലീസ് ഡേറ്റ് ട്രെയിലറിലൊന്നും കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഞാൻ തിയേറ്ററിൽ പോയി കാണുന്നതായിരിക്കും. വരുന്ന അന്ന് ഫസ്റ്റോ കൺഫേം. ഇതാണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള സിനിമകൾ വരണം. ഇങ്ങനെയുള്ള സിനിമകൾ വന്നാലേ നമുക്ക് ആ ഒരു മേക്കിംഗ് ക്വാളിറ്റിയും പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യാനും ഇത്രയും ഡ്രീമബിളായിട്ട് ഇത്രയും കാസ്റ്റും ഇത്രയും ഇത് പ്രൊഡക്ഷൻ ക്വാളിറ്റി നല്ലപോലെ കൂടിയിട്ടുണ്ട് കേട്ടോ. മറ്റേ ഗഗനാചാരിയെ കാര്യങ്ങൾ അതിൽ കുറേ AI കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നത്. കാര്യം ഈ ഒരു സാധനത്തിൽ പൈസ റിസ്ക് ചെയ്യാൻ ഒരു പ്രൊഡ്യൂസറും തയ്യാറാവില്ല കേരളത്തിൽ. പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ചുകൂടെ എമൗണ്ട് കിട്ടിയെന്ന് തോന്നുന്നു. നല്ലപോലെ ചെയ്തിട്ടുണ്ട്. ക്യാമറയും സോങ്സും BGM എൻ്റെ പൊന്നെ കാസ്റ്റും പൊളിച്ചടുക്കും. ഒരു കോമഡിയും സൈഫയും ഒരു രക്ഷയില്ല. പറയാൻ ഒന്നുമില്ല. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തോ. എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ വലയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ദിസ് ഈസ് അനൂപ്.